അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ നടത്തിയാൽ ഒരിക്കലും ഖുതുബ ശരിയാകൂല. അവർക്ക് പോയി ദുഹർ നിസ്കരിക്കണം. അതാണ് കറക്റ്റ്. അങ്ങനെ വേണം പറയാൻ. പരിശുദ്ധമായ ഇസ്ലാമിന്റെ വളരെ കൃത്യമായ ഒരു നിയമമാണ് പറഞ്ഞത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് ബാക്കി മൗലവി പറയട്ടെ. അതെ, അതാണല്ലോ ചെയ്യേണ്ടത്. ജുമാ ശരിയല്ലാത്ത സ്ഥലത്ത് അഥവാ എപ്പോഴെങ്കിലും കുടുങ്ങിയിട്ട് ജുമക്ക് പങ്കെടുത്ത് പോയാൽ പിന്നീട് ദുഹറാക്കി മടക്കി നിസ്കരിക്കുകയാണല്ലോ വേണ്ടത്. ഇദ്ദേഹം എവിടെ നിന്ന് വരുന്നത്? പട്ടാമ്പിക്കാർക്ക് ഇങ്ങനെയാണോ? പട്ടാമ്പിക്കാത്ത മനുഷ്യന്മാർക്ക് മുഴുവൻ ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഭീഷണിപ്പെടുത്തൽ അന്യാൻ കൊല്ലും അന്യാൻ കാണിച്ചാലൊക്കെ പറഞ്ഞിട്ടുള്ള ഭീഷണി സ്വരങ്ങളാണ്. അല്ലാതെ നിന്റെ നിസ്കാരം ശരിയായിട്ടില്ല, നീ പോയിട്ട് ജുമാ നിസ്കരിക്കണം അല്ലെങ്കിൽ നീ പോയിട്ട് ദുഹർ നിസ്കരിക്കണം എന്ന് പറയുന്നതിന് ഭീഷണിപ്പെടുത്താൻ ഇതുവരെ നമ്മളാരും അങ്ങനെ പറയുന്നില്ല. അതാ ചോദിച്ചത്, പട്ടാമ്പിയിലൊക്കെ എങ്ങനെ പറയാനാണോ ഭീഷണിപ്പെടുത്തുന്നവർക്ക് എന്താണ് പറയല്? സാധാരണ ഒരാൾക്ക് ഒരു അബദ്ധം പറ്റിയാൽ തിരുത്തണം എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നതാണ് പറയാം. പ്രത്യേകിച്ച് ദീനിന്റെ നിയമം ലംഘിച്ചുകൊണ്ട് ജുമ നടന്നിട്ട് അതിൽ പങ്കെടുത്തു പോയാൽ അത് ശരിയായിട്ടില്ല, നിന്റെ നിസ്കാരം നീ ശരിക്ക് മടക്കി നിസ്കരിക്കണം എന്ന് പറയുന്നതിന് ഉപദേശിക്കുക, ഗുണദോഷിക്കുക എന്നൊക്കെ പറയുന്നല്ലാതെ ഭീഷണിപ്പെടുത്തുന്നതാണ് പറയാം. അത് വളരെ വ്യക്തമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് രൂപത്തിലാണ് മാതൃക കാണിച്ചത്. ഒന്ന് ഒക്കാന യഖ്തുബു ബിൽ അറബിയ, അറബി ഭാഷയിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ ഓതാറുണ്ടായിരുന്നത്. എവിടുന്നാണെങ്കിലും. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ സ്വഹാബിമാർ മറ്റു പല നാടുകളിലേക്കും പല ഭാഷകളുള്ള രാജ്യങ്ങളിലേക്കും സ്വഹാബിമാർ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലും വന്നിട്ടുണ്ട്. അപ്പോൾ അവരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പഠിപ്പിച്ചു കൊടുത്ത പ്രകാരം തന്നെ നിർവഹിക്കാനാണ് പറഞ്ഞത്. അവരും അറബിയിൽ തന്നെയായിരുന്നു ഖുതുബ ഓതിയിരുന്നത്. ആരും ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് ആ നാട്ടുകാർക്കുള്ള ഭാഷ അവർക്ക് തിരിയേണ്ടതെന്ന് വിചാരിച്ച് മാറ്റിയിട്ടില്ല. അത് ശരി, ഇതാണല്ലേ? ഓക്കെ, ഇത് തർക്കമില്ലാത്ത വിഷയമാണല്ലോ. ഞാൻ കരുതി ഇദ്ദേഹം അറബി ഭാഷയിൽ അല്ല റസൂൽ ഖുതുബ ഓതിയത് മലയാളത്തിലായിരുന്നു അല്ലെങ്കിൽ അനറബി ഭാഷയിലായിരുന്നു എന്ന് പറയാൻ പോകുകയാണെന്ന് വിചാരിച്ചു. അതിനാണ് ഇപ്പോൾ ഇയാൾ തെളിവായിട്ട് ഉദ്ധരിക്കുന്നത്. ആയിക്കോട്ടെ, ഏതായാലും പറയട്ടെ, ബാക്കി പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയിലായിരുന്നു ഖുതുബ ഓതിയിരുന്നത് എന്ന് എന്താ പറയാത്തത്? ഈ ഷാഫി ഇമാമോ നബവി ഇമാമോ പറഞ്ഞോ അനറബിയിൽ തിരിയുന്ന ഭാഷയിൽ മലയാളത്തിൽ ഖുതുബ ഓതണമെന്ന്? എന്നേപ്പോൾ ഷാഫി ഇമാമിന് നബി ഇമാമിനൊക്കെ പറ്റാൻ തുടങ്ങിയത്? അവർക്ക് നബി ഇമാം ഷാഫി മദ്ഹബ് സ്വീകരിച്ച വലിയ പണ്ഡിതനാണ്. നിങ്ങൾ മദ്ഹബ് പോലും സ്വീകരിക്കുന്നില്ല. ഇവരെക്കാളൊക്കെ വലിയ വിവരമുണ്ടെന്നാണ് വാദിക്കുന്നത്. ഈ മാത്രമല്ല, ഈ നബി ഇമാം എന്താ പറഞ്ഞത്? നബി ഇമാം വക്കാന യഖ്തുബു ബിൽ അറബിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറബി ഭാഷയിൽ മാത്രമായിരുന്നു ഖുതുബ ഓതിയിരുന്നത്. ഇതൊക്കെ മൂടി വെച്ചിട്ട് എന്തിനാണ് സാധു മുഅ്മിനീങ്ങളെ ജനങ്ങളെ കബളിപ്പിക്കുന്നത് മൗലവിമാരെ? നിങ്ങൾക്ക് സ്റ്റേജ് കിട്ടുന്നില്ലെന്ന് കരുതി ജുമാക്ക് വരുന്ന ആളുകളുടെ മുന്നിൽ നിങ്ങളുടെ പ്രസംഗ കഴിവ് പുറത്തെടുക്കാനുള്ള അവസരമല്ലല്ലോ അത്. അതിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഈ മലയാളത്തിൽ ഖുതുബ തുടങ്ങിയത്? മലയാള ഖുതുബയല്ല, മലയാള പ്രസംഗം. അതെ, ഉപദേശം ഉണ്ടാകണം. അത് അറബി ഭാഷയിലല്ലാത്ത മലയാളത്തിൽ വേണമെന്ന് പറഞ്ഞില്ലല്ലോ. അനറബി ഭാഷയിൽ വേണം ആകണം എന്ന് പറഞ്ഞില്ലല്ലോ. ഉപദേശം ഉണ്ടാകണം എന്ന് പറഞ്ഞു. അഥവാ ഏതെങ്കിലും പാട്ട് പാടുന്ന രൂപമാകരുത്, അല്ലെങ്കിൽ കോമഡി ആകരുത്, ഏതെങ്കിലും സമ്മേളനത്തിൻ്റെ കഥ പറയരുത് എന്നൊക്കെയാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പറയുന്നത് ഉപദേശമായിരിക്കണം, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന കാര്യമായിരിക്കണം. ഇത് പറഞ്ഞ ഇമാം നബവി തങ്ങൾ തന്നെയാണ് പറഞ്ഞത് വക്കാന യഖ്തുബു ബിൽ അറബിയ, ഖുതുബ അറബിയിലാകൽ ഷർത്താണ്, നബി തങ്ങൾ ഖുതുബ അറബിയിലായിരുന്നു ഓതിയിരുന്നത് എന്ന്. ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഉപദേശം കിട്ടണം. അറബി അറിയുന്ന ആളുകൾക്ക് പോലും ഇത്തരം ഖുതുബയിൽ നിന്ന് കിട്ടേണ്ടത് അത് ഉപദേശമാണ്, അല്ലാതെ ആസ്വാദനമോ രസങ്ങളോ ഹാസ്യങ്ങളോ അല്ലെങ്കിൽ മറ്റു കോമഡികളോ ഒന്നുമല്ല ഈ ഖുതുബയിൽ നിന്ന് കിട്ടേണ്ടത്. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഉപദേശമാണ് അതിൽ നിന്ന് കിട്ടേണ്ടത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, അറബിയിലായപ്പോൾ എങ്ങനെ മനസ്സിലാകാം? അതിനുണ്ട് വ്യത്യസ്ത രൂപങ്ങൾ. അറബിയിലായാൽ കേൾക്കുന്നവർക്കും ഖുതുബ ഓതുന്നവർക്കും അറബി തിരിയുമെങ്കിൽ ഓക്കെ, ഒരു പ്രശ്നമില്ല, എല്ലാവർക്കും മനസ്സിലാകും. ഇനി കേൾക്കുന്നവർക്ക് അറബി തിരിയുന്നില്ലെങ്കിലോ അറബി പഠിച്ചാൽ അവർക്കും മനസ്സിലാകും. അപ്പോൾ ഇനി അവർ പഠിക്കാൻ സന്നദ്ധരല്ല, എന്നാൽ എന്ത് ചെയ്യണം? ഇവിടെയാണ് ഇസ്ലാമിന് ഒരു കൃത്യമായ നിലപാടുണ്ട്. ആ നിലപാട് ജനങ്ങൾ ഒരു സംഗതിക്ക് തയ്യാറാകാത്തത് കൊണ്ട് ആ നിലപാട് ഇസ്ലാം മാറ്റുകയില്ല. ജനങ്ങൾ അതിലേക്ക് വരിക എന്നുള്ളതിനപ്പുറത്തേക്ക് ജനങ്ങൾക്കൊപ്പിച്ച് ഇസ്ലാമിനെ കൊണ്ടുപോവുക എന്നുള്ളത് ദീനിൽ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ അറബി പഠിക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ ഓക്കെ, പിന്നെയും അങ്ങനെ എല്ലാവർക്കും പൂർണ്ണമായിട്ടും പറയുന്ന ഓരോ ഹർഫ് മനസ്സിലാകേണ്ടതുണ്ടോ എന്നുള്ളത് വേറൊരു വിഷയമാണ്. അങ്ങനെ മനസ്സിലാകണം എന്നും ഖുതുബക്ക് നിബന്ധനയില്ല. ഈ പറയുന്നത് എന്നെ ഉപദേശിക്കുകയാണെന്ന് തിരിഞ്ഞാൽ തന്നെ മതി എന്നാണ് ഇമാമിങ്ങൾ പഠിപ്പിച്ചത്. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ഇമാമിങ്ങൾ പറഞ്ഞു പറഞ്ഞാണല്ലോ. ഈ ഇമാമിങ്ങൾ പഠിപ്പിച്ച ഏതെങ്കിലും ഒരു വാക്ക് മാത്രം നോക്കിയാൽ പോരാ, ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ നോക്കുമ്പോൾ അതാ പറഞ്ഞത് അവർക്ക് ഇത് എനിക്കൊരു ഉപദേശമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയാൽ തന്നെ അത് അതിൻ്റെ ഒരു ഫലം അവിടെ വന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം യുക്തിവാദമല്ല. നമ്മുടെ യുക്തിക്കനുസരിച്ച് ഇതിനെ മാറ്റിമറിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ജനങ്ങൾ അറബി പഠിക്കാനൊന്നും തയ്യാറാകുന്നില്ല. ഇസ്ലാമിൽ ഇങ്ങനെ ഒരു കൃത്യമായ നിയമമുണ്ട്, അങ്ങനെ അറബി പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ജനങ്ങൾക്ക് തിരിയണം എന്ന് നിർബന്ധമുള്ളവർ അറബി പഠിക്കേണ്ടി വരും. എന്നാൽ മൊത്തത്തിൽ ഇതിനെ ഉപദേശിക്കലാണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ അതിൻ്റെ ലക്ഷ്യം അവിടെ സാക്ഷാത്കരിച്ചു. പണ്ഡിതന്മാർ പറഞ്ഞനുസരിച്ചാണ് ഞാൻ പറയുന്നത്. എന്നിരിക്കുമ്പോൾ ഒരാൾ യുക്തി കൊണ്ട് ചിന്തിക്കുകയാണ്, ഇതിനെ മലയാളത്തിലാക്കിയാൽ എല്ലാവർക്കും തിരിയുമല്ലോ, അപ്പോൾ സുഖമാണല്ലോ എന്ന് പറഞ്ഞ് ചെരുപ്പിനൊപ്പിച്ച് കാലിനെ മുറിക്കുന്ന സ്വഭാവം അത് യുക്തിവാദികളുടെ ശൈലിയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന് അങ്ങനെ ഒരു യുക്തിവാദ ചിന്താഗതി, ഇസ്ലാം യുക്തിഭദ്രമാണെന്നത് ഓക്കെയാണ്. പക്ഷേ ഓരോരുത്തരുടെയും യുക്തിക്കനുസരിച്ച് ഇസ്ലാമിൻ്റെ നിയമങ്ങളെ മാറ്റിമറിക്കുന്ന സിസ്റ്റം ഇസ്ലാമിന് ഇല്ല. എന്താണ് ഇപ്പോൾ മൗലവിൻ്റെ പ്രശ്നം? നോക്കി വായിക്കുന്നതാണ് പ്രശ്നം, അത് ഖുതുബ മനസ്സിലാകുന്നത്. നോക്കി വായിച്ചാൽ മനസ്സിലാവില്ലേ? മനസ്സിലാണ്ടവർക്ക് നോക്കി വായിച്ചാൽ മനസ്സിലാവില്ലേ? ഒരു പ്രസംഗം ഒരാൾ എഴുതി കൊണ്ടുപോയിട്ട് നോക്കി വായിച്ചാൽ അത് മനസ്സിലാവില്ലേ? എന്ന് മാത്രമല്ല, വലിയ വലിയ സ്ഥാനത്തുള്ള ആളുകൾ ഔദ്യോഗിക തലങ്ങളിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ നേരത്തെ എഴുതി തയ്യാറാക്കിയിട്ടാണ് പ്രസംഗിക്കുന്നത്.
മഹാനായ ഇബ്നു ബാത്തത്തുൽ മിസ്രി തങ്ങൾ ക്രോഡീകരിച്ച ഖുതുബ അത് നമ്മൾ ഖുതുബ ഓതും പോലെയല്ല, നമ്മൾ അതാകുമ്പോൾ എഡിറ്റ് ചെയ്യപ്പെടേണ്ടി വരില്ല. അപ്പോൾ അത്രയും കൃത്യമായിട്ടുള്ള വിഷയങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറേ അധികം നമ്മൾ സ്വന്തം ഖുതുബ ഓതുന്നവരും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ. അല്ലാതെ സ്വന്തം ഖുതുബ ഓതുന്ന തീരെ ഇല്ലാന്നൊന്നുമില്ല. സ്വയം ഖുതുബ കാണാതെ ഓതുന്നവരുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് പോയിന്റുകൾ മാത്രം നോക്കി ഓതുന്നവരുണ്ട്, മൊത്തം കിതാബിൽ നോക്കി ഓതുന്നവരുണ്ട്. ഒന്നും ആക്ഷേപാർഹമല്ല, ഒന്നിന് മെച്ചമെന്ന് പറഞ്ഞ് മാർക്ക് ഇടേണ്ടതല്ല, ഒന്നും ആക്ഷേപാർഹമല്ല. അപ്പോൾ നോക്കി വായിച്ച് എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാകാതിരിക്കാനുള്ള ഒരു കാരണമല്ല. ഈ മൗലവി അതിനാണ് കാരണം പിടിക്കുന്നത്. മുമ്പിലിരിക്കുന്ന ജനങ്ങൾക്ക് അത് തിരിയുന്നില്ല, അവർക്ക് അതിൽ നിന്ന് ഉപദേശം കിട്ടുന്നില്ല, ഓതുന്നത് ഖുർആനാണെന്ന് അവർക്ക് മനസ്സിലാക്കുന്ന പോലുമില്ല. ഖുർആനല്ല ഖുതുബ. തിരിയുന്നുണ്ടല്ലോ, മനസ്സിലാകുന്നുണ്ടല്ലോ, ഇത് ഖുതുബയാണെന്ന് തിരിയുന്നുണ്ട്. ഇതിൽ മൊത്തത്തിൽ എന്നോട് നല്ല കാര്യങ്ങൾ ഉപദേശിക്കാനും തിരിയുന്നുണ്ട്. എന്തൊക്കെയാണ് തിരിഞ്ഞില്ലെങ്കിലും ഇത് എന്നെ ഉപദേശിക്കുകയാണ്, ഇത് ഖുതുബയാണ്, ഇത് ഔദ്യോഗികമായ ഒരു ചടങ്ങാണ്, ഒരു ഇബാദത്താണ്, അള്ളാഹുവിൻ്റെ കൽപ്പനയുള്ള ഇബാദത്താണ്. ഈ ഖുതുബക്ക് ഒരുപാട് നിബന്ധനകളുണ്ട്. ആ നിബന്ധന പാലിച്ചാൽ ഇത് ശരിയാവുകയുള്ളൂ, പാലിക്കാത്ത പക്ഷം ഇത് ശരിയാകില്ല എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. എന്നിട്ടും പറയുന്നു ഇതാണ് ശരി. ശരിയെ സംബന്ധിച്ച് തെറ്റാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ശരിയാണെന്ന് മാത്രമല്ല, 1300 വർഷക്കാലത്തിനിടക്ക് ഒരൊറ്റ ആൾ പോലും അനറബി ഭാഷയിൽ ഖുതുബ ഓതിയിട്ടില്ല. 1300 ശേഷമാണ് മുസ്തഫ കമാൽ പാഷയെ പോലെയുള്ള വ്യതിയാന ചിന്താഗതിക്കാരൻ തുടങ്ങുന്നത് അനറബി ഭാഷയിലുള്ള ഖുതുബ. ആ അസുഖമാണ് ഇന്ന് കേരളത്തിലെ മുഴുവൻ മുജാഹിദ്, വഹാബി, ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ആളുകൾക്ക് പിടിപെട്ടിട്ടുള്ളത്. ആ പകർച്ചവ്യാധി വന്നാൽ അതിനുള്ള ചികിത്സ കണ്ടെത്തണം എന്നല്ലാതെ അതിന് ഓരിട്ടൊരു കാര്യമില്ലല്ലോ. ഇന്നും നമ്മുടെ കിതാബുകളിലുണ്ട്. മഹാന്മാരായ ഉലമാക്കന്മാർ പ്രസിദ്ധനായ ഇമാം ഷാഫിഈ തങ്ങൾ തന്നെ കിതാബിൽ ഉമ്മിൽ പറഞ്ഞു, ഇന്നമാ കാനത്തിൽ ഖുതുബത്തു തദ്കീറാ. ഖുതുബ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കുള്ള താകീത് ഉത്ബോധനവുമാണ്. നേരത്തെ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ച് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ല അത് ഓരോ നാട്ടിലും അതത് ഭാഷയിൽ ഓതണം എന്ന് പറഞ്ഞിട്ടില്ല, മലയാളത്തിൽ ഓതണം എന്ന് ഷാഫി ഇമാം പറഞ്ഞിട്ടില്ല. ഷാഫി മദ്ഹബിലെ പ്രധാന പണ്ഡിതൻ നേരത്തെ ഇമാം നബവി തങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. ആ നബി ഇമാം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, വകാന യഖ്തുബു ബിൽ അറബിയ്യ വഇശ്റത്തു ഖൗലുൽ ഖുതുബത്തി അറബിയ്യതൻ. ഖുതുബ അറബിയിലാകൽ നിബന്ധനയാണ്, ഇല്ലെങ്കിൽ സ്വഹീഹാകൂല എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ഇന്നും നമ്മുടെ കിതാബിലുള്ളതാണ്. മനസ്സിലാകാത്ത ഭാഷയിൽ ഞാൻ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? അത് ഉത്ബോധനാവൂല, അത് ഉപദേശമാകൂല. എന്ത് തന്നെയായാലും ഖുതുബ ഖുർആനിനേക്കാൾ വലിയ സംഗതിയൊന്നുമല്ലല്ലോ. ഖുർആനാണ് ലോകത്ത് ഏറ്റവും വലിയ ഉപദേശം. ഖുർആനാണ് ലോകത്ത് ഖിയാമത്ത് നാൾ വരെയുള്ള സർവ്വ ഭാഷക്കാരിലേക്കും എല്ലാവർക്കുള്ള ഉപദേശം, അവരെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഉപദേശത്തിന്റെ ഉത്ബോധനത്തിന്റെ ഏറ്റവും വലിയ തുല്യതയില്ലാത്ത ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരൊറ്റ ഭാഷയിൽ, അതും അറബി ഭാഷയിൽ മാത്രമാണ് അവതരിച്ചിട്ടുള്ളത്. ഈ പരിശുദ്ധ ഖുർആനും എല്ലാവർക്കും മനസ്സിലാകേണ്ടതില്ലേ? എല്ലാ വിഭാഗക്കാർക്കും എല്ലാ ഭാഷക്കാർക്കും ഖുർആൻ മനസ്സിലാകേണ്ടതില്ലേ? അവർക്കൊക്കെയും ഖുർആൻ ഉപദേശം തന്നെയല്ലേ ആണ്. അപ്പം പിന്നെ അതെങ്ങനെ മനസ്സിലാകുക? സംഗതി അവർക്കൊക്കെയുള്ള ഉപദേശം തന്നെയാണ്. മനസ്സിലാകാൻ അവർ പിന്നീട് സന്ദർഭം പോലെ അവർ ഉപയോഗപ്പെടുത്തണം. പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിൻ്റെ റസൂലിനോട് തന്നെ പറഞ്ഞു, ലിതുബയ്യിന ലിന്നാസ്, നബിയെ ഇത് എല്ലാവർക്കുമുള്ള ഖുർആനാണ്, ഇത് ഇറക്കുന്നത് അറബിയിലാണ്, എല്ലാവർക്കും ഇതിൽ ഉപദേശമുണ്ട്. എങ്കിലും പിന്നീട് സന്ദർഭോചിതമായിട്ട് അങ്ങ് വിവരിച്ചു കൊടുക്കുക നബിയെ എന്നതുപോലെ അറബി ഭാഷയിലുള്ള ഖുതുബ അത് സംഗതി അത് ഉപദേശം തന്നെയാണ്. അത് അറബി അറിയാത്ത ആളുകൾ കുറേ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് സന്ദർഭം പോലെ പിന്നെ ജുമാക്ക് ശേഷം അല്ലെങ്കിൽ മറ്റു സന്ദർഭങ്ങളിലൊക്കെ ആ ഉപദേശങ്ങൾ വീണ്ടും വിവരിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ജുമാക്ക് ശേഷം അത്രയും ഉപദേശത്തോട് അത്രയും താല്പര്യമുള്ള ജനങ്ങൾ ഉണ്ടാകണം. അങ്ങനെ തന്നെയാണ് വേണ്ടത്. അത് നല്ല സ്വഭാവം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ ജുമയ്ക്ക് ശേഷമുള്ള ജുമാക്ക് ശേഷമുള്ള ഈ ജുമാക്ക് ശേഷം ഉസ്താദിൻ്റെ പ്രസംഗത്തിൽ അവർ വളരെയധികം സശ്രദ്ധം ശ്രവിക്കണം. മറ്റു അതിൻ്റെ മജ്‌ലിസുകൾ ഉപയോഗപ്പെടുത്തണം. അറിവിൻ്റെ ക്ലാസും മറ്റുമൊക്കെ അവർ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ ഇതിന് ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. വെറും ഖുതുബയില്ലാതെ വേറെ ഒരു സമയത്തും ഉപദേശമോ നിർദ്ദേശമോ പാടില്ല എന്ന് ഇസ്ലാം വിലക്കിയിട്ടുള്ള മതമൊന്നല്ലോ. ഖുതുബ പൂർണ്ണമായും എല്ലാവർക്കും പൂർണ്ണമായിട്ടും തിരിഞ്ഞെങ്കിൽ മാത്രമേ ഖുതുബ ശരിയാകൂ എന്ന ഒരു നിയമം ഇസ്ലാമിൽ ഇല്ല. അതേസമയത്ത് അറബി അറിയുന്നവർക്ക് തിരിയാൻ പാകത്തിനാണ് ഖുതുബ നിർവഹിക്കേണ്ടത്. അത് പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും വ്യത്യസ്തമാണ്. മാത്രമല്ല ഏറ്റവും ലളിതമായി നിങ്ങൾക്ക് പരിശോധിക്കാം. പള്ളി ദർസിൽ ഓതി പഠിക്കുന്ന ഒരു കിതാബുണ്ട്, മഹല്ലി കിതാബ് എന്നാണ് പറയാം. ആ പുസ്തകത്തിന്റെ 1-ാമത്തെ വാള്യത്തിൽ 287-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, യുസന്നു സുന്നത്താണ് അൻ തകൂനൽ ഖുതുബ ആയിരിക്കണം മഫൂമതൻ, ജനങ്ങൾക്ക് മനസ്സിലാകണം. അത് നമ്മൾ പറഞ്ഞല്ലോ. എന്താണ് മനസ്സിലാകണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? ഓരോ ഹർഫും വള്ളി പുള്ളി വിടാതെ മുഴുവൻ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും പൂർണ്ണമായി മനസ്സിലാകണം എന്നാണോ? അതല്ല, എന്താണ് മനസ്സിലാകണം എന്ന് പറഞ്ഞിട്ട് ഖദർ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. എന്തായാലും മൗലവിനോട് പറഞ്ഞിട്ട് കാര്യമല്ല. മൗലവിന്റെ വാക്ക് കേട്ട് തെറ്റിദ്ധരിച്ച ആളുകളോട് പറയട്ടെ, പള്ളി ദർസിലെ കിതാബുകളിൽ വെറും ഈ കിതാബ് മാത്രമല്ല, ഖുതുബ അറബിയിലായിരിക്കുന്നത് നിബന്ധനയാണെന്ന് ഈ മഹല്ലി കിതാബ് തന്നെ ഉണ്ട്. അതിന് പുറമെ പള്ളി ദർസിലുള്ള സകല കിതാബുകളിലും ഉള്ളത് ഖുതുബ അറബിയിൽ തന്നെയാകണം. ഖുതുബ അറബിയിൽ തന്നെയാകൽ നിബന്ധനയാണ്. അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ സ്വഹീഹാകൂല എന്നാണ് പള്ളി ദർസിലെ കിതാബുകളിലൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് പള്ളി ദർസിലുള്ള കിതാബ് ഏതെങ്കിലും ഒന്ന് അവനവന്റെ താല്പര്യത്തിന് വേണ്ടി പറഞ്ഞ് മറ്റുള്ളത് മൂടിവെക്കുന്ന സ്വഭാവം വേണ്ട. അത് ജനങ്ങളെ പറ്റിക്കാനാണ്. എന്താണ് മനസ്സിലാക്കണം എന്ന് പറയുന്ന അർത്ഥം അവിടെ തന്നെ പറയുന്നുണ്ട്. എന്നാ കേട്ടോളി. എന്താണ് മനസ്സിലാക്കില്ല? മുപ്പത് ഒരു ഉദാഹരണ സഹിതം ഒന്നുകൂടി നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. മൗലവി പറഞ്ഞ ഉദാഹരണം കേട്ടില്ലേ? മലയാളത്തിൽ പ്രസംഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തിരിയാത്ത ഭാഷയിൽ പറയരുത്. അതാണ് ഉദ്ദേശിക്കുന്നത്. അറബി ഭാഷയിൽ ഓതണം എന്ന് പറയുമ്പോൾ തന്നെ തിരിയുന്ന രൂപത്തിലാകണം എന്ന് പറയുന്നത് ഒരിക്കലും സാധാരണ അറബി അറിയുന്ന ഒരാൾക്ക് മനസ്സിലാകാൻ പറ്റുന്ന രൂപത്തിൽ അതായിരിക്കണം. അല്ലാതെ അന്യമായ പദപ്രയോഗങ്ങൾ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ
പദപ്രയോഗം മാത്രമുള്ള വാക്കുകൾ എടുത്ത് ഉപയോഗിക്കുക, കട്ടികട്ടിയിട്ടുള്ള വാക്കുകൾ പ്രയോഗിക്കുക, വെറും സാഹിത്യം മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് സാധാരണ ആളുകൾക്ക് തിരിയാത്ത രൂപത്തിൽ പ്രസംഗിക്കുക, ഉപദേശം കൊടുക്കുക, ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. ജനങ്ങൾക്ക് വേഗത്തിൽ തിരിയുന്ന ഭാഷയിലും ശൈലിയിലും രൂപത്തിലും ആയിരിക്കണം ആ ഖുതുബ ഉണ്ടാകേണ്ടത് എന്നാണ് പറഞ്ഞത്. അല്ലാതെ തിരിയാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ അവനവന്റെ നാട്ടിലെ ഭാഷ അനുസരിച്ച് ആക്കണം എന്നല്ല. കഠിനമായതോ തിരിയാത്തതോ അപരിചിതമായതോ ഉപയോഗിക്കരുത്. എന്തേ കാരണം? മഹാഭൂരിഭാഗം വരുന്ന ജനങ്ങൾക്ക് ആ ഖുതുബ ഉപകാരത്തിൽ പെടൂല എന്നതുകൊണ്ട് അവർക്ക് തിരിയുന്ന ഉപദേശങ്ങൾ കൊടുക്കണേ എന്ന് ഇമാം മഹല്ലിയുടെ പരിഭാഷയടക്കമുള്ള കിതാബിലുണ്ട്. ഇതല്ലേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ മലയാളത്തിൽ ഖുതുബ ഓതണമെന്നോ അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതണം എന്നോ പറഞ്ഞില്ലല്ലോ. സ്വന്തം ഭാഷയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യണം എന്ന് പറഞ്ഞില്ലല്ലോ. ഏതൊരു ഭാഷയും പ്രയോഗിക്കുമ്പോൾ ആ ഭാഷയിൽ കഠിനമായ ഭാഷയും ഒരു ശൈലിയും അതിൽ തന്നെ ലളിതമായ രണ്ട് ശൈലിയും വ്യത്യസ്ത ശൈലികളുണ്ട്. ഈ ലളിതമായ ശൈലിയാണ് ഖതീബ് ഉപയോഗിക്കേണ്ടത് എന്നാണ് അവിടെയും പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അറബി ഭാഷ അല്ലാത്ത അനറബി ഭാഷയിലോ മലയാളത്തിലോ ഖുതുബ എന്ന് അവിടെയും പറഞ്ഞിട്ടില്ല. ഒരു തെളിവ് പറഞ്ഞില്ല. ഇത്രയൊക്കെ ഇതിനു വേണ്ടി പറഞ്ഞിട്ടും ഖുതുബ അനറബി ഭാഷയിൽ പറ്റുന്നുള്ളതിന് ഇപ്പോൾ ഒരു തെളിവ് പറഞ്ഞിട്ടില്ല. ഒരു ആയത്തും ഹദീസും ഒന്നും ഇപ്പോൾ കിട്ടിയിട്ടില്ല. എന്താ ചെയ്യുക? അപ്പോൾ എന്തായാലും 1300 വർഷമായിട്ട് ഇസ്ലാമിക ലോകത്ത് നിലനിന്ന് പോന്നിരുന്ന അറബി ഭാഷയിലുള്ള ഖുതുബയെ മാറ്റിമറിക്കണം എന്ന് പറഞ്ഞ് ഒരു യുക്തിവാദ ചിന്താഗതിയുമായിട്ട് ഈ വിഷയത്തിൽ വന്നുകൊണ്ട് ജനസമൂഹത്തിനിടയിൽ ഈ ഒരു വിഷയം മലയാളത്തിൽ ഖുതുബ ഓതണം എന്ന് പറയാൻ എങ്ങനെ സാധിക്കുന്നു? അതും ഇസ്ലാമിന്റെ പേരിൽ. അത് തന്നെയാണ് ജനങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഈ നിലക്കുള്ള ഭാഷ പറയുന്ന അറബി ഭാഷയിലുള്ള ഖുതുബ വായിച്ച് കേട്ട് നിസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞു പോയിട്ട് ഏത് മനുഷ്യനാണ് തൗഹീദ് കിട്ടിയത്? ഏത് മനുഷ്യനാണ് സുന്നത്ത് പരിചയപ്പെട്ടത്? ഏത് ദിക്റാണ് പഠിച്ചത്? ഏത് സ്വലാത്താണ് പഠിച്ചത്? ഏത് നിലക്ക് അയാളുടെ ജീവിതത്തിലെ എന്ത് തെറ്റാണ് തിരുത്താൻ കഴിയുന്നത്? ഖുതുബ കേട്ട്, അറബിയിലുള്ള ഖുതുബ കേട്ട് നന്നായിട്ടുണ്ട് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ 10 ആൾക്കാർ പേര് പറയാൻ പറ്റും നമുക്ക് കഴിയില്ല. എത്ര കൊല്ലം കേൾക്കാൻ തുടങ്ങിയിട്ട്. ആനത്തല പോലത്തെ ചോദ്യം, വിവരമില്ലാത്തവനെ പഠിപ്പിക്കാൻ പറ്റിയ ചോദ്യം. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് അറബി കുറച്ചൊക്കെ അറിയുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് തവണ ഖുതുബകളിൽ നിന്ന് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റിയിട്ടുണ്ട്, മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. എന്നെപ്പോലെ ഒരുപാട് ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്തേ? കുറച്ചൊക്കെ അറബി അറിയാം. അറബി അറിയുന്നവർക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റും, അറബി അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. ഞങ്ങളുടെ സുന്നികളായ പ്രവർത്തകന്മാരും ജനങ്ങളും എല്ലാം വെറുതെ വെറും ഖുതുബയെന്ന് മാത്രമേ സുന്നത്ത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നൊന്നുമില്ല. ഞങ്ങൾക്ക് ഒരുപാട് ജുമക്ക് ശേഷമുള്ള ഉസ്താദുമാരുടെ പ്രസംഗം ഞങ്ങൾ ശ്രമിക്കും. ഞങ്ങൾക്ക് അതിൽ നിന്ന് കുറേ പഠിക്കാൻ കഴിയുന്നുണ്ട്. വയലുകളിൽ നിന്ന് ഞങ്ങൾ പഠിക്കാൻ കഴിയുന്നുണ്ട്. പല സന്ദർഭങ്ങളിൽ ഞങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കും, ഞങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് അതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നിട്ടും നിങ്ങളെക്കാൾ ഒരുപാട് സുന്നത്തുകളും ഒരുപാട് നന്മകളും ഒക്കെ മുറുകെ പിടിക്കുന്നുണ്ട്, ഉറക്കെ ചെയ്യുന്നുണ്ട്, ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളെപ്പോലെ ആൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സംഭവമാക്കുന്ന പരിപാടി ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അതല്ല, കുറേ ആളുകൾ നന്നാവുന്നുണ്ട് എന്നുള്ളതാണോ ഖുതുബ മലയാളത്തിലാക്കാനുള്ള കാരണം? തങ്ങൾ പഠിപ്പിച്ചത് എന്തായാലും ശരി, ദീന് പഠിപ്പിച്ചത് എന്തായാലും, ഇമാമിങ്ങൾ പഠിപ്പിച്ചത് എന്തായാലും, എന്ത് ദീനിന്റെ നിയമോ അല്ലെങ്കിൽ ദീനിന്റെ നിയമോ നയോ എന്തായാലും ശരി, ആളുകൾ നന്നാകുന്നുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ മലയാളത്തിലാക്കുന്നത് എന്നാണോ? എന്നാണെങ്കിൽ അത് തുറന്നിട്ട് പറയട്ടെ. അല്ലാതെ ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ട് അങ്ങ് പോകുന്നതിന്റെ അർത്ഥം എന്താണ്? അപ്പം അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ നിങ്ങളെ പറഞ്ഞത് ഒരു പ്ലസ് പോയിന്റാണ്. ഓക്കെ, അങ്ങനെ ഒരു നിയമം അള്ളാഹുവിനും ദീനിനും പരിശുദ്ധ ഇസ്ലാമിനും അങ്ങനെ നിയമമില്ല. ഇല്ലാത്ത നിയമം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഒരു ചോദ്യം കൊണ്ട് തൊടുത്തു വിടുന്നതിന് യാതൊരു അർത്ഥമില്ല. അതിലെ നല്ല നിങ്ങൾക്ക് ഒരു അത്തയ്യാത്തിൽ പോകുന്ന സമയത്ത് ജുമക്ക് അത്തയ്യാത്തിൽ അവിടെ എല്ലാവരും ഇരുത്തിയിട്ട് പ്രസംഗിക്കുക. ആർക്കും കാല് കടയില്ല, ഖതീബിന് കാല് കടയുന്ന പ്രശ്നമില്ല. അതുപോലെ തന്നെ എല്ലാവരും സലാം വിട്ടിട്ടില്ലല്ലോ, ആരോട്ട് പോകില്ല, എല്ലാവരും വന്നിട്ടുണ്ടാകും. ആ ഒരു സമയത്ത് നല്ലൊരു പ്രഭാഷണം, അത് നല്ല കഴിവുള്ള ഒരാളാണെങ്കിൽ നല്ല എഫക്റ്റ് ആവും ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് അതിലാറ് വലിയ ചോദ്യം ചോദിക്കാം. എന്നിട്ട് തിരിച്ചറിവുണ്ടാവുകയും വേണം, തിരിയുകയും വേണം. പക്ഷേ അത് മലയാളത്തിലാക്കിയിട്ട് തിരിയണം എന്നല്ല, അത് അറബിയിലാക്കിയിട്ട് പരമാവധി തിരിയാൻ പറ്റുന്ന കോലത്തിലാവണം ഖുതുബ. നിബന്ധന നഷ്ടപ്പെടുത്തിക്കൊണ്ട് തിരിയുന്നതിൽ ഇസ്ലാം യോജിക്കുന്നില്ല. നിബന്ധന പാലിച്ചുകൊണ്ട് തിരിയാണെങ്കിൽ ഓക്കെ. മലയാളത്തിലാക്കുമ്പോൾ നിബന്ധന നഷ്ടപ്പെടാൻ അറബിയിലാകണം എന്നുള്ള നിങ്ങളുടെ മുമ്പിലേക്ക് അഭിസംബോധന ചെയ്ത് സംസാരിക്കാനുള്ള കാരണം അത് നിങ്ങൾക്കുള്ള ജനങ്ങൾക്കുള്ള ഉപദേശമാണ്, ഖതീബിനുള്ള ഉപദേശമാണ്. ഉപദേശമല്ല, ജനങ്ങൾക്കുള്ള ഉപദേശം ഒന്നല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. ആ ഉപദേശം അറബിയിലായിരിക്കണം എന്നുള്ള നിബന്ധന ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാത്തിനും ഹദീസും സ്വയായ ഹദീസും ആയത്തും ചോദിച്ചെടുക്കുന്ന വഹാബി പുരോഹിതന്മാർക്ക് മൗലവിമാർക്ക് എന്താ ഇതിൽ മാത്രം ഒരു യുക്തിവാദ ചിന്താഗതി? ഇതിലെന്തേ ഒരു യുക്തിവാദ ചിന്താഗതി കടന്നുകൂടിയത്? ഇതാണ് മനസ്സിലാവാത്തത്. പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്ന ആൾ കിബിലക്കഭിമുഖമായി നമസ്കരിക്കുന്നു. നിങ്ങൾക്ക് നിസ്കാരം മലയാളത്തിലാക്കിക്കൂടെ? നിസ്കാരം അല്ലാഹുവിനുള്ള ഇബാദത്താണ്, അല്ലാഹുവിന് മനസ്സിലായാൽ മതി. ഓഹോ, അപ്പോൾ അത് അള്ളാഹുള്ള ഉപദേശമാണോ? അള്ളാഹ് മനസ്സിലായാൽ മതി എന്നൊക്കെ പറയുന്നത്, മനസ്സിലാകണം എന്നൊക്കെ പറയുന്നത്. ഇവിടെ മനസ്സിലാകുന്നൊരു പ്രശ്നം. ഇനിയിപ്പോൾ അറബി ഭാഷ അല്ലെങ്കിൽ മലയാളത്തിന് എന്താ അള്ളാഹ് മനസ്സിലാവില്ല? മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞ വിഡിത്തത്തിന് സമാനമായ വിഡിത്താണല്ലോ ഇത്. അള്ളാഹ്ക്ക് ഭാഷൻ്റെ പ്രശ്നമേ ഇല്ല, അള്ളാഹ്ക്ക് ഭാഷ തിരിയാത്ത പ്രശ്നമില്ല. നിസ്കാരം അള്ളാഹ്ക്കുള്ള ഉപദേശമല്ല. അതുകൊണ്ട് ഖുതുബ അറബിയിൽ തന്നെ ആയിരിക്കണം, അത് നിബന്ധനയാണ് എന്ന ഹക്ക് മൂടി വെക്കാൻ പാടില്ല. 1300 വർഷ കാലയളവ് വരെ ഒരാളും ഇസ്ലാമിക ലോകത്ത് ഖുതുബ അനറബി ഭാഷയിൽ നിർവഹിച്ചിട്ടില്ല എന്ന ഹക്കും മൂടി വെക്കാൻ പാടില്ല. അതുപോലെ വക്രബുദ്ധി ഉപയോഗിക്കരുത്, നേരായ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുക. മൊത്തത്തിലൊരു കാര്യം പറയാനുള്ളത്, ഇതൊരു മറുപടി അല്ല, ഒരു ക്ലാരിഫിക്കേഷൻ മാത്രമാണ്. അതുകൊണ്ട് മറുപടി പ്രസംഗമായിട്ട് കിതാബുകൾ തിരിച്ചുകൊണ്ടുള്ള പ്രസംഗമല്ല, ക്ലാരിഫിക്കേഷൻ മാത്രമാണ്. ഖുതുബ അറബിയിൽ മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ അല്ല, മലയാളത്തിൽ പറ്റും എന്ന് പറയാൻ വേണ്ടിയിട്ട് ചില വസ്തുതകളെ അദ്ദേഹം പറയുന്ന സമയത്ത് അടർത്തി മാറ്റിയതും വളച്ചൊടിച്ചതുമായ കാര്യങ്ങളെ ഒന്ന് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹു എല്ലാവരെയും ഹിദായത്തിലേക്ക് നയിക്കട്ടെ. അള്ളാഹു തൗഫീഖുള്ളവർക്ക് ഹിദായത്ത് ലഭിക്കും. അള്ളാഹു നമ്മുടെ ഹിദായത്തിൽ നിലനിർത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.